ഈ പ്രശ്നം തീർന്നത് ഞാൻ നാളെ ചോദിച്ച് യൂഡ്രോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിവൈസ് ഉണ്ട്, ഒരു ചെറിയ പീസാണ്. ആ യൂഡ്രോ കൊണ്ട് ഇവനെ കൈ വഴങ്ങൂലല്ലോ, എഴുതാന്ന് കൈ പോവില്ല. അപ്പൊ ഇവനെ കളറിംഗ് ഒക്കെ പഠിപ്പിക്കണം. ബാംഗ്ലൂരിൽ നിന്ന് മാര്യപ്പൻ തങ്കവേലു എന്ന് പറഞ്ഞ ഒരു സാറ്, തമിഴ്നാട്ടുകാരനാണ് അയാള്. ഇവിടുത്തെ ഒരു മാര്യപ്പൻ സാറുണ്ടല്ല, ബാംഗ്ലൂരുണ്ട് വേറെ മാതിരി. ആ മാര്യപ്പൻ സാറോട് ഞാൻ ചോദിച്ചു ഇവന് എഴുത്ത് ഇതിലെടുത്തൂടെ, കാരണം ഈ കളറിങ് ഇത് ഇങ്ങനത്തെ ഒരു മൊബൈൽ പോലത്തെ ഒരു ഡിവൈസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മോണിറ്ററിലാണ് വരിക, വലിയ മോണിറ്റർ അടിപൊളിയായിട്ട് വരും. നമ്മൾ ഈ പുസ്തകം പേനയും എല്ലാ കുട്ടികൾ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് കുട്ടികൾക്ക് ബോറാണ്. അപ്പൊ ഇവർക്ക് തീരെ ബോറാണ്. അതിന് പകരം ഇവിടെ എ എന്ന് ഇത് ചുമരുമേൽ എ എന്ന് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു സംഭവമല്ല. ഇവിടെ കൊടുക്കുക കളർ അവിടെ വന്നു കഴിഞ്ഞാല് അങ്ങനെ പിന്നെ എഴുതിച്ച് സാറും ഞാനും കൂടി ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി. ആ പ്ലാൻ തയ്യാറാക്കി അവിടെ നിന്ന് 6 മാസം കൊണ്ട് എഴുതാൻ പഠിച്ചു. അപ്പൊ അപ്പോഴാണ് ഒരു ഡിവൈസ് അല്ലെങ്കിൽ അപ്പോഴാണ് ഞാൻ ആലോചിക്കണ എന്നെ പോലെ പ്രശ്നങ്ങളില്ലാത്ത ഡിസ്ലെക്സിയ മാത്രമുള്ള കുട്ടികൾ നമ്മള് ഇഷ്ടംപോലെ ആളുകൾക്ക് സ്ക്രൈബ് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ ജനറൽ സ്കൂളിലെ ഡിസ്ലെക്സിയ മാത്രമുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നം വളരെ സിമ്പിൾ ആയിട്ട് പരിഹരിക്കാൻ പറ്റും. എല്ലാവർക്കും പറ്റില്ല എന്നുണ്ടെങ്കിലും വലിയൊരു ശതമാനത്തിന് പറ്റും. നമ്മളിപ്പോ അമലിനെ കാണിച്ചിട്ട് പറയാണ് എല്ലാ കുട്ടികളും നിങ്ങളുടെ പാരന്റ്സ് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ഇല്ല. സോഷ്യലൈസേഷൻ ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരുമല്ലോ. അതായത് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് ആളുകൾ പറയും, കുറച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളുണ്ട്, ചില ഡോക്ടേഴ്സ് ഉണ്ട്, ചില ടീച്ചേഴ്സ് ഉണ്ട് ഒക്കെ പറയും. അതിപ്പോ ഓനെപ്പോ അടുത്ത കുട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികള് ഓലത്ത് വാപ്പന്റെ കൈ കാശുണ്ട് അല്ലെങ്കിൽ ഓന് അത്ര പ്രശ്നമില്ല അതുകൊണ്ടൊക്കെയാണ് എല്ലാവർക്കും നടക്കില്ല എന്ന്. അതൊരു എസ്കേപ്പിസ് ആണ്. അതേ സമയത്ത് വലിയ ശതമാനത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ആളുകൾക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവർക്ക് സോഷ്യലൈസേഷൻ കൊടുത്തിട്ട് അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് നടക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ബൈ ട്രെയിനിങ് ഇവനെ പോലുള്ള ആളുകളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തെത്തും. തല തിരിച്ചാണ് എഴുതുക. ഇത് 1ാം ക്ലാസ്സിൽ ക്യൂസിൽ സയൻസ് ക്യൂസിൽ ജില്ലയിൽ പ്രൈസ് അടിച്ച ആള് 6ാം ക്ലാസ്സിൽ ഹെവി ഡിസ്ലെക്സിയ ഉണ്ടായിരുന്നു. അവൻ തിരിച്ചെഴുതുക എന്ത് സാധനം വായിക്കാൻ നേരെ വായിച്ചതിന് ശേഷം റിട്ടേൺ വരില്ല, അവിടുന്ന് അടിക്ക് വായിക്കും. ഇത് മാറൂല എന്നാണ് നമ്മൾ പറയാ. ഒരു അധ്യാപകൻ എന്നുള്ളവർക്ക് മാഷും കാണുന്ന അങ്ങനത്തെ കുട്ടികൾ അങ്ങനെ ഫിക്സ് ആവലല്ലേ. ഇന്ന് ഞാൻ വായിക്കുന്നതിനേക്കാൾ വായിക്കും. എന്താ കാരണം? അത് അല്ല, അവിടെ റെമഡിയൽ ആണ്. അപ്പൊ എന്താണ് റെമഡി എന്ന് വെച്ചാൽ ആ പ്രശ്നത്തിന്റെ റെമഡി എന്താണുള്ള. അല്ല അത് രക്ഷിതാവിന് പറഞ്ഞു കൊടുക്കാനും ആ തരത്തിലേക്ക് നയിക്കാനുള്ള. അപ്പൊ രക്ഷിതാവ് ഇത് പറഞ്ഞാല് അംഗീകരിക്കുന്ന ഒരു സമൂഹം വേണം, ഒരു ഓഫീസേഴ്സോ ഡോക്ടേഴ്സോ വേണം. മാറ്റങ്ങളുണ്ട്, ഒരുപാട് മാറ്റമുണ്ട്. പക്ഷെ സാങ്കേതികമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ഞാൻ നേരത്തെ യൂട്രോ പറഞ്ഞ VRBT പറഞ്ഞ ഒരുപാട് അറിവുകൾ വരാനുണ്ട്. ഇതൊക്കെ ഇല്ലാതെ നമ്മൾ വീണ്ടും 20 വർഷം ബാക്കിലുള്ള റെമഡിയൽ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. സഹവാസ ക്യാമ്പുകൾ നടത്തും നമ്മൾ BRCകളിൽ. ഈ സഹവാസ ക്യാമ്പിന്റെ മൊഡ്യൂൾ 18 വർഷമായിട്ട് ഒന്നാണ്. ഇവന്റെ കുട്ടിക്കാലം മുതൽ ഒറ്റ മൊഡ്യൂളാണ്. അത് 1-2 ദിവസം ഒരു ചെണ്ട കൊട്ടല്, ഒരു കളറിങ്, പിന്നെ ഇതല്ലാത്ത ഒരു സാധനമില്ല സഹവാസ ക്യാമ്പുകൾ. അപ്പൊ അവിടെയാണ് പ്രശ്നം.